വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് HTML സ്ട്രക്ചറും പിന്നെ ഹെഡിങ് ടാഗും പാരഗ്രാഫ് ടാഗിനെയും പറ്റിയാണ്. ആദ്യമായി ഒരു HTML സ്ട്രക്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നും നമുക്ക് നോക്കാം. ഷിഫ്റ്റ് പ്ലസ് ഡിക്ലറേഷൻ, പിന്നെ അത് കഴിഞ്ഞ് എൻ്റർ അമർത്തുമ്പോൾ നമുക്ക് HTMLൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടും. അതിൽ ആദ്യത്തെ ലൈനിൽ കിടക്കുന്ന ഡോക് ടൈപ്പ് ഡിക്ലറേഷൻ, അതായത് നമ്മുടെ ബ്രൗസറിനെ ഇതിനകത്ത് അതായത് ഇനി എഴുതാൻ പോകുന്ന HTML ഫയലാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഡോക് ടൈപ്പ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അതിനാണ് നമ്മളവിടെ ആ ഡോക് ടൈപ്പ് ഡിക്ലറേഷൻ എഴുതിയിരിക്കുന്നത്. രണ്ടാമതായി കിടക്കുന്നതാണ് HTML ടാഗ്. അതിനുള്ളിൽ നമുക്ക് 2 ടാഗുകൾ കാണാൻ സാധിക്കും. ഒന്ന് ഹെഡ് ടാഗും ഒന്ന് ബോഡി ടാഗും. ഇതിൽ ഹെഡ് ടാഗിനകത്ത് നമ്മൾ എഴുതുന്നത് വെബ്സൈറ്റിനെ കുറിച്ചുള്ള കുറച്ച് ഹിഡൻ ഡേറ്റാസ് ആയിരിക്കും. അതിൽ ടൈറ്റിൽ ഒഴിച്ചുള്ള ഒന്നും ബ്രൗസറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. പിന്നെ അടുത്തതായിട്ടുള്ളത് ബോഡി ടാഗാണ്. ബോഡി ടാഗിനകത്ത് നമ്മൾ എന്താണോ എഴുതുന്നത് അതാണ് നമുക്ക് ബ്രൗസർ വഴി കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ ചെയ്തതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ലൈവായിട്ട് കാണണ്ടേ? അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിൽ ലൈവ് സെർവർ എന്ന് പറയുന്ന ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ കോഡിൽ എന്ത് മാറ്റം വരുത്തിയാലും അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ലൈവായി തന്നെ നമ്മുടെ ബ്രൗസറിൽ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഹെഡിങ് ടാഗും പാരഗ്രാഫ് ടാഗും എങ്ങനെ HTML എഴുതാം എന്ന് പഠിക്കാം. ഹെഡിങ് ടാഗുകൾ HTML 6 എണ്ണമുണ്ട്. H1 മുതൽ H6 വരെ. അതിൽ H1ന്റെ ഫോണ്ട് സൈസ് വലുതായിരിക്കും, H2 H1നേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ H6 ആണെങ്കിലോ അത് ഏറ്റവും ചെറുതായിരിക്കും. കണ്ടോ, നമ്മളിവിടെ എഴുതിയ ആ ടാഗുകളുടെ അനുസരിച്ചുള്ള വലിപ്പ വ്യത്യാസം നമുക്കിവിടെ ബ്രൗസറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ടാഗുകളെല്ലാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കുവാനും സാധിക്കും. ഇനി നമുക്ക് വലിയ പാരഗ്രാഫ് എഴുതുന്ന ഒരവസരത്തിലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് P ടാഗ്. അവിടെ P ടാഗ് യൂസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതുവാൻ സാധിക്കും. ഇപ്പോൾ വലിയ വലിയ പാരഗ്രാഫ് ഒക്കെ എഴുതുന്നെങ്കിൽ പാരഗ്രാഫ് ടാഗിലും, അടുത്ത ഹെഡിങ് ആണ് എഴുതുന്നതെങ്കിൽ ഹെഡിങ് ടാഗിലും നമ്മൾ എഴുതുന്നതാണ്. അപ്പോൾ ഹെഡിങ്ങും പാരഗ്രാഫും എങ്ങനെ എഴുതണമെന്ന് നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടെ ആഴത്തിൽ HTML പഠിക്കാം. ബൈ.